വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഇംപ്രഷനാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, അവരൊരു ഓവറോൾ പെർസെപ്ഷൻ എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസുമായി റെസൊനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം മാത്രം ഈ റീഡിംഗ് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കും. എന്തായാലും റീഡിംഗിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ലൈഫിനെ അഡ്വഞ്ചറസ് ആയിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാണുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കൂടുതലും സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളെക്കുറിച്ചിട്ട് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനോടും എനർജറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലപാടിലാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. എങ്കിൽ അവർ കാണാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ന്യായം ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെ അത്രയും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ള കാര്യത്തിൽ അവരധികം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാലും അത് നിങ്ങളുടെ ഗുണത്തിന് നിൽക്കാം, പക്ഷെ അത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിൽ അതിലേക്ക് പോകാതെ നല്ലൊരു ജസ്റ്റിസ് എന്നുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ആയിട്ടാണ് നിങ്ങളോട് കാണുന്നത്. മേ ബി നിങ്ങളുടെ ഒരു പേഴ്സൺ അത് അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളൊരു ലൈഫിനെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വളരെ എനർജറ്റിക്കും പോസിറ്റീവായി കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലപാടിലാണ് അവർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓവറോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം നിങ്ങൾ ലൈഫിനെ കുറച്ചും കൂടി ഫിയർഫുള്ളായി കാണുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഓവറോൾ ആയിട്ട് പല കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം, അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് പിന്നിലേക്ക് വലിയുന്നതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു രീതിയിൽ ഭയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലപാടിലാണ് അവർ ഓവറോൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കാതെ പോയൊരു കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്ത് അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു കാര്യത്തിലുള്ളൊരു ഐഡിയ അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെ വളരെ പോസിറ്റീവും എനർജറ്റിക്കും വളരെ എക്സൈറ്റഡ് ആയിട്ട് ലൈഫിനെ കാണുന്ന, അഡ്വഞ്ചറസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ